ഇപ്പോൾ കാസർഗോട്ട് നിന്ന് കാണാതായ 42-കാരനെയും 15-കാരിയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് പഴക്കമുണ്ട്. 1.5 ആഴ്ചയോളമായി പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ പോലീസ് പരിശോധനകൾ നടത്തുകയാണ്. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരു കത്തിയും ഒരു ചോക്ലേറ്റും അതോടൊപ്പം ഇരുവരുടെയും മൊബൈൽ ഫോണുകളുമാണ് സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ തെരച്ചിൽ നടക്കുന്ന വിവരമറിഞ്ഞ് ഇവർ മരണത്തേക്ക് പോയതാണോ, എന്താണ് സംഭവിച്ചത് എന്നതിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അടക്കം വിവരം അറിയിച്ചോ അർച്ചന? ഇവനല്ല, റെഡ് ഷർട്ട് രതീഷ്. അർച്ചന രവീന്ദ്രൻ, കാസർഗോഡ് പൈവിളികയിൽ നിന്ന് കാണാതായ 15-കാരിയെയും ഒപ്പം അയൽവാസിയായ 42-കാരനെയുമാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയെ കാണാതായതിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വനത്തിനുള്ളിൽ നിന്ന് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ഇതിനെ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പ്രദേശത്ത് നാട്ടുകാരും പോലീസും എല്ലാം ഉണ്ട്. മരത്തിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അർച്ചന രവീന്ദ്രൻ, ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? സുജിയ, ഇനി മാതാപിതാക്കൾ ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ടതുണ്ട്. അവരെ നിലവിൽ പ്രാഥമികമായ കാര്യങ്ങൾ വിവരം അവരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ യുവാവിൻ്റെ കുടുംബത്തെയും ഇനി വിവരങ്ങൾ ധരിപ്പിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വ്യാപകമായ പോലീസ് പരിശോധന നടത്തുന്നു. ഇനി വേറെ എന്തെങ്കിലും ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് കിട്ടാനുണ്ടോ എന്നുള്ളതടക്കമുള്ള പോലീസ് പരിശോധന നടക്കുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഒരു ഭാഗങ്ങളിൽ തെരച്ചിൽ വ്യാപകമാക്കി പോലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ വ്യാപകമാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരു ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു മൃതദേഹം ഇവിടെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ ഒരു ഭാഗങ്ങളെല്ലാം തെരച്ചിൽ നടത്തിയിരുന്നത്. ഈ ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും കിട്ടിയിരുന്നില്ല. ഇന്ന് രാവിലെ ഏകദേശം ഓരോ പ്രദേശങ്ങൾ, ഈ ഒരു കാട് കേന്ദ്രീകരിച്ച് ഓരോ പ്രദേശങ്ങളാക്കിയായിരുന്നു, അല്ലെങ്കിൽ ഓരോ സംഘങ്ങളാക്കിയായിരുന്നു പോലീസ് പരിശോധന നടത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏകദേശം 11 മണിയോടുകൂടിയാണ് ഈ പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ ഈ യുവാവിന്റെയും മൃതദേഹം ഇത്തരത്തിൽ മരത്തിൽ കെട്ടിത്തൂങ്ങി. അയാൾ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നോ? വിവാഹിതനാണോ? അയാളെ കുറിച്ച് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? സുജിയ, നിലവിൽ അദ്ദേഹത്തെ പറ്റി, അതായത് ഈ ഒരു കാസർഗോഡ് തന്നെ അദ്ദേഹത്തിന് ബന്ധുക്കളുണ്ട് അല്ലെങ്കിൽ കുടുംബമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും കുടുംബപരമായ കാര്യങ്ങൾ നമുക്ക് വ്യക്തമല്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളടക്കമുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു കാസർഗോഡ് പല പ്രദേശങ്ങളിലും ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയിൽ പല ആവശ്യങ്ങൾക്കായി കുടുംബവും അതുപോലെ തന്നെ ഈ കുട്ടിയും നിരന്തരം ഓട്ടോറിക്ഷയിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അദ്ദേഹമായി ഒരു ബന്ധം സൂക്ഷിച്ചൊരു കുടുംബം തന്നെയായിരുന്നു ഈ ഒരു കുടുംബം എന്ന് പറയുന്നത്. ഈ കുട്ടിയുമായിട്ടും ഒരു ബന്ധം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആ ഒരു കുട്ടിയെയും അതുപോലെ തന്നെ ഈ ഒരു 42 വയസ്സുകാരനെയും ഇനി വേറെ എന്തെങ്കിലും ഈ ഒരു ഭാഗങ്ങളിലുണ്ട് അവരെ പറ്റിയുള്ള എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ഒരു ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തേണ്ടതുണ്ടോ എന്നുള്ള വ്യാപക തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം ഇപ്പോൾ പോലീസുകാർ ഇവിടെ നടത്തുന്നത്. ഫോറൻസിക് സംഘം വന്ന് ഇനി നടത്തേണ്ടതുണ്ട്. ഇനിയിപ്പോൾ അവരടങ്ങുന്ന സംഘമായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു മൃതദേഹം അവിടെ നിന്ന് അഴിച്ച് ബാക്കിയുള്ള നടപടിയിലേക്ക് കടക്കുക. ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കേന്ദ്രീകരിച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ വീട്ടുകാരെ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. വീട്ടുകാരോട്, കാരണം ഇത്രയും അടുത്താണ്, അതായത് ഈ ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 200 മീറ്റർ അത്രത്തോളം ദൂരം മാത്രം ഈ ഒരു ഭാഗത്തേക്കുള്ളൂ. അത്തരത്തിൽ ആ കുട്ടിയുടെ വീടിൻ്റെ ഏകദേശം സമീപത്ത് തന്നെ എന്ന് പറയാം. അത്തരത്തിൽ ഇത്രയും ദിവസമായിട്ടും ഈ കുട്ടിയുടെ മൃതദേഹം ഇവിടുന്ന് കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു തെളിവുകളും ഈ ഒരു ഭാഗത്ത് നിന്നും ശേഖരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വേദനാജനകമായ കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അത്രത്തോളം വീടിന് അടുത്ത് തന്നെയാണ്, അതായത് ഏകദേശം ഒരു 200 മീറ്റർ തൊട്ടടുത്ത് തന്നെയാണ് ഒരു മൃതദേഹം കണ്ടതും. ആ ഒരു രീതിയിൽ ഏകദേശം 26 ദിവസത്തോളം ഇന്നേക്ക് ആയിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ രാവിലെയോടെ ഏകദേശം 11 മണിയുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം സുജിയ ഒരു ആഴ്ചയുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരവും. ഓക്കെ, കാസർഗോട്ട് കാണാതായ പെൺകുട്ടിയെ 15-കാരിയെയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അർച്ചന, ഈ അയൽവാസിയായ യുവാവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇവരെ സ്കൂളിൽ വിടാനോ അങ്ങനെയൊക്കെയാണോ ഈ പെൺകുട്ടിയുമായി പരിചയം വന്നത്?
അതെ 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 അയൽവാസിയായ 42-കാരൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഈ ആളുടെ ഓട്ടോറിക്ഷയിൽ നിരന്തരം പല ആവശ്യങ്ങൾക്കായി കുടുംബവും മറ്റും സമീപിക്കാറാണ്, അല്ലെങ്കിൽ കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ രീതി തന്നെയായിരുന്നു അവരുടെ ബന്ധം പോയത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കുട്ടിയുടെ അതായത് പല ആവശ്യങ്ങൾക്കായും ഈ ഒരു ഓട്ടോറിക്ഷയെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ സമീപിക്കാറുണ്ട്. ആ രീതി തന്നെയായിരിക്കും ഈ കുട്ടിയുമായുള്ള ബന്ധം വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇന്ന് രാവിലെയോടെ നമ്മളോട് അമ്മയടക്കം, അതായത് കുട്ടിയുടെ അമ്മയടക്കം വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പോലീസിൽ കൊടുത്ത പരാതിയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അമ്മയടക്കം, അതായത് ഈ കുട്ടിയുടെ അമ്മയടക്കം വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. കാരണം കുട്ടിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഈ മാതാപിതാക്കൾക്കടക്കം സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതിയിൽ വ്യക്തമായി തന്നെ അവർ പറഞ്ഞിരുന്നതും. ഈ ഒരു 42 വയസ്സ്, അതായത് ഈ ഒരു ഇവരുടെ പ്രദേശത്ത് നിന്നും ഏകദേശം സമീപ പ്രദേശം തന്നെയാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഈ അവിടെയുള്ള ഓട്ടോറിക്ഷക്കാരനായ ഇദ്ദേഹത്തെ കൂടെ കാണാൻ പോയത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തെങ്കിലും സംഭവങ്ങൾ തട്ടിക്കൊണ്ടുപോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തണമെന്ന് ഉൾപ്പെടെ കുടുംബക്കാരടക്കം അല്ലെങ്കിൽ ബന്ധുക്കൾ, വീട്ടുകാരടക്കം ഈ ഒരു പോലീസിന്റെ പരാതിയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. സുജയ, അർച്ചന, ഒരു കാര്യം കൂടി, അതായത് ഈ യുവാവിനെ കാണാതായി അല്ലെങ്കിൽ ഈ 42-കാരനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ പ്രദേശത്ത് നിന്ന് കാണാതായി എന്ന രീതിയിലുള്ള പരാതി അയാളുടെ കുടുംബമോ മറ്റോ നൽകിയിരുന്നു. അവർക്ക് ഈ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നു? ഈ ഓട്ടോറിക്ഷയിലാണോ ഈ പെൺകുട്ടിയുമായി ഈ പ്രദേശത്തേക്ക് വന്നത്? ഇവരുടെ താമസ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് ഈ പ്രദേശം? സുജിയ, അവരുടെ അതായത് ഈ ഒരു കുട്ടിയുടെ വീട്ടുകാരുടെ താമസ സ്ഥലത്ത് നിന്നും ഏകദേശം 200 മീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്ക് ദൂരമുള്ളൂ എന്നുള്ളതാണ്. ഒരു കാട് അല്ലെങ്കിൽ ഒരു മലപ്രദേശമാണ്. ഈ മലപ്രദേശത്തിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തുള്ള ഒരു മരത്തിലായിട്ടാണ് ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വീട്ടുകാർ, അതായത് ഈ ഒരു യുവാവിൻ്റെ 42 വയസ്സുകാരൻ്റെ വീട്ടുകാർ നിലവിൽ ഇതുവരെ ഒരു പരാതിയുമായി രംഗത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ കുടുംബമടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്നുള്ളത്, അതായത് ഈ ഒരു ഇയാളുടെ ബന്ധുക്കളടക്കം കർണാടകയിൽ മറ്റുമുണ്ട്, പക്ഷെങ്കിൽ അവിടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളടക്കം ഇന്ന് ബന്ധുക്കളടക്കം നമ്മളോട് പ്രതികരിച്ചിരുന്നു. കാരണം ഈ ഒരു ഭാഗത്ത് മാത്രമേ അന്വേഷണം നടത്തിയുള്ളൂ, വേറെ എവിടെയും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ബന്ധുക്കളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു. എന്തായാലും കർണാടക ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ബന്ധമുള്ള ഒരു യുവാവാണ് ഈ യുവാവ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ, അതായത് അവിടെയൊന്നും അങ്ങനെ ഒരു നിബിഡ വനമൊന്നുമല്ല, ആളുകൾക്ക് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ 1.5 ആഴ്ചയായ മൃതദേഹം അവിടെ കിടന്നത് ആരും കണ്ടില്ലേ? പിന്നെ പ്രദേശത്ത് ഒരു കത്തിയുടെ സാന്നിധ്യമുണ്ട്. ഇവരുടെ ഈ കുട്ടിയുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. 15 വയസ്സുകാരിയെയാണ് കാണാതായത്. 26 ദിവസങ്ങൾക്കിപ്പുറം മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. അയൽവാസിയായ യുവാവിൻ്റെ മൃതദേഹവും ഒപ്പം കണ്ടെത്തിയിരിക്കുകയാണ്.